പാലക്കാട് അപകടമുണ്ടായ പനയമ്പാടത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിശോധിക്കുമെന്ന് മന്ത്രിമാരായ കെ.ബി. ഗണേഷ് കുമാറും എം.ബി. രാജേഷും പറഞ്ഞു. റോഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ അയക്കുമെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച് പൊതുമരാമത്ത് മന്ത്രിക്ക് പരിഹാര നിർദ്ദേശം നൽകും. രാജ്യത്ത് ദേശീയപാതയടക്കം ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് പ്രകാരമാണെന്നും ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തി. അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷും വ്യക്തമാക്കി. പ്രതികരണങ്ങൾ കാണാം. ഇത് സൈറ്റിൽ നല്ല ഡിസൈൻ ചെയ്യുന്നത്, ദൗർഭാഗ്യവശാൽ പല റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലാണ്. അപ്പോൾ ഈ ശരിയായ കർവിനകത്തുള്ള ഒരു വളവിൽ വരുന്നൊരു ഇറക്കം, കയറ്റം, ഇതൊന്നും ശ്രദ്ധിക്കില്ല. ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണില്ലല്ലോ. ഗൂഗിൾ മാപ്പിൽ വളരെ നല്ല കാണും. ഡിസൈനെ സംബന്ധിച്ച് ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും കൺസൾട്ടൻറ്റിനെ അയക്കും, എക്സ്പേർട്ടിനെ അവരെ അയക്കും. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഒരു സജഷൻ തരുമല്ലോ, എന്താണ് ഇതിൻ്റെ അപകട കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം റോഡിൻ്റെ ഡിഫക്റ്റ്. എന്നിട്ട് അത് നമ്മൾ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് PWD ഒരു മാറ്റം വരുത്താനുള്ള ഏർപ്പാട് ചെയ്യും. ദാരുണമായ സംഭവമാണ്, ഹൃദയഭേദകമായ ദുരന്തമാണ്. കുടുംബാംഗങ്ങളുടെ നാട്ടുകാരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ഒരുമിച്ച് പഠിച്ച ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്ന 4 കുട്ടികളുടെ മൃതശരീരമാണ് കൂടെ കിടക്കുന്നത്. അത് ഒരു നാട് മുഴുവൻ ഇവിടേക്ക് ഒഴുകി വരുന്നത് കാണുമ്പോൾ എങ്ങനെ എത്ര വലിയ ആഘാതം അത് ഈ നാടിനുണ്ടാക്കിയെന്ന് കാണിക്കുന്നതാണ്. പൊതുമരാമത്ത്, ഗതാഗതം തുടങ്ങിയിട്ടുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. അപകടമുണ്ടായ പനയമ്പാടം റോഡിന്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ കലക്ടറുടെ നേതൃത്വത്തിലുള്ള അടിയന്തര യോഗം 2 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പനയമ്പാടം അപകടം ദൗർഭാഗ്യകരമെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. കളക്ടറേറ്റിലെ യോഗത്തിന്റെ വിവരങ്ങളാണ് ആദ്യം അറിയേണ്ടത്. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, എന്താണ് ഇപ്പോൾ യോഗം മാറ്റിവെക്കുന്നത്? ഈ പനയമ്പാടം അപകടത്തിൽ മരിച്ച കുട്ടികളുടെ ഖബറടക്ക ചടങ്ങുകൾ നീണ്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ യോഗം 11 മണിയിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ ഒരു വിവരം ലഭിച്ചിട്ടുള്ളത്. പാലക്കാട് കളക്ടറേറ്റിൽ വെച്ച് ജില്ലാ കളക്ടറുടെയും മന്ത്രിമാരായ കെ. കൃഷ്ണൻകുട്ടിയുടെയും എം.ബി. രാജേഷിൻ്റെയും നേതൃത്വത്തിലാണ് 2 മണിക്ക് ഈ യോഗം ചേരുക. ഈ യോഗത്തിൽ ഉദ്യോഗസ്ഥർ, ADM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും. അതിനോടൊപ്പം തന്നെ നാട്ടുകാരുണ്ടാവും. ഇന്നലെ അവിടെ പ്രതിഷേധം നടത്തിയിട്ടുള്ള നാട്ടുകാരുടെ പ്രതിനിധികളെയും ഇന്ന് ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കരിമ്പയിലും കല്ലടിക്കോടിനും ഇടയിലുള്ള ഈ മേഖലയിൽ ഈ ദേശീയപാതയിലുള്ള അപാകത, അത് കൃത്യമായി തന്നെ പഠിച്ച് ഏതെല്ലാം രീതിയിൽ ആ പ്രശ്നത്തിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന വിഷയം ഇന്ന് കൃത്യമായി തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. നേരത്തെ ഈ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ചെറിയ രീതിയിൽ ഈ റോഡിൽ ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി JCB ഉപയോഗിച്ച് ഗ്രിപ്പ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം അവിടെയുള്ള അപകടങ്ങൾ കുറഞ്ഞിരുന്നില്ല. ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ പുതിയൊരു റോഡ് തന്നെ അവിടെ ഉണ്ടാക്കണമെങ്കിൽ ആ റോഡ് ഉണ്ടാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങണം എന്നുള്ളൊരു ആവശ്യം തന്നെ ഇന്നലെ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ആ കുഞ്ഞുങ്ങളുടെ പൊതുദർശനം നടക്കുന്ന വേളയിലും പല നാട്ടുകാരും ഇന്ന് ആ വേർപാട് അതിൻ്റെ സങ്കടം അടക്കി പിടിച്ചതിനോടൊപ്പം തന്നെ അവരവരുടെ രോഷവും അടക്കി പിടിച്ച് അവർ പറഞ്ഞിരുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിലെ ആ റോഡിൻ്റെ പ്രശ്നം പരിഹരിച്ച് കിട്ടണമെന്നാണ്. ഏതായാലും ആ ഒരു ആവശ്യം ഇന്ന് നടക്കാൻ പോകുന്ന ഈ യോഗത്തിലും ആ നാട്ടുകാർ, അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികളും അവിടുത്തെ നാട്ടുകാരുടെ പ്രതിനിധികളും ഇന്ന് ആ യോഗത്തിൽ ഉന്നയിക്കും. ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ പരിഹരിക്കാനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആ വിഷയത്തിൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ നാട്ടുകാർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. കാരണം 2 വർഷമായി ഈ റോഡിൽ ഈ പ്രശ്നങ്ങൾ കാരണം അപകടങ്ങൾ തുടർക്കഥയായിരുന്നു. നേരത്തെ തന്നെ 7ഓളം ജീവനുകൾ ഈ മേഖലയിൽ നഷ്ടപ്പെട്ടതാണ്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഈ വാഹനാപകടത്തിൽ ഇർഫാനിയും ആയിഷയും റിതയും നിതയും ഉൾപ്പെടെ 4 ജീവനുകൾ കൂടി നഷ്ടമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി ഒരിക്കൽ കൂടി തങ്ങൾക്ക് ആരെയും നഷ്ടമാവരുത്, ഒരു അപകടവും തങ്ങളുടെ മേഖലയിൽ ഉണ്ടാവരുത് എന്ന ആവശ്യമാണ് ആ നാട്ടുകാർ ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങൾ എല്ലാം ഉന്നയിച്ചുകൊണ്ട് ഈ യോഗത്തിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ എത്തുന്നത്. ഇന്നലെ ADM നൽകിയ ഉറപ്പിൻ്റെ മേലാണ് നാട്ടുകാർ ഇന്നലെ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കുന്ന ആ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഏതായാലും ആ ഒരു ഉറപ്പിന്മേൽ നാട്ടുകാർ ഇന്ന് ചർച്ചയ്ക്ക് വരാനും തയ്യാറായിട്ടുണ്ട്. ആ ചർച്ച വിജയിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഏതെങ്കിലും രീതിയിൽ ഈ ചർച്ച പാളുകയോ അല്ലെങ്കിൽ ഈ പരിഹാരം ഉണ്ടാവാതിരിക്കുകയോ ചെയ്താൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളും ഇന്നലെ തന്നെ നാട്ടുകാർ അറിയിച്ചതാണ്. ഇന്ന് തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന രീതിയിൽ വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ അതിനു മുമ്പായി തന്നെ ഈ യോഗം നടത്തി പെട്ടെന്ന് ഇതിലൊരു പരിഹാരം കണ്ടെത്താനാണ് ഇപ്പോൾ മന്ത്രിമാരുൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.